ഓം ശാന്തി. മഹാശിവരാത്രിയുടെ 2ാം ദിനമായ ഇന്ന് നമുക്ക് ജാഗരണം നടത്തേണ്ടത് ശിവനാരാണ്. നമ്മളെ തിരിച്ചറിഞ്ഞു. നമ്മളീ കേവലം നശിക്കുന്ന ദേഹമല്ല, ഞാനൊരു ചൈതന്യമാണ്, ആത്മസ്വരൂപമാണ്. ഇതാണല്ലോ 1ാം ദിവസം നമ്മൾ നടത്തിയ ജാഗരണം. ഇന്ന് നമുക്ക് പരമാത്മാ ശിവനാരാണ്. ഈ ശരീരത്തിന് മാതാപിതാവുള്ളതുപോലെ എല്ലാ ആത്മസ്വരൂപങ്ങളുടെയും മാതാവും പിതാവുമാണ് പരമാത്മാ. അതുകൊണ്ടാണ് പരംപിതാ പരമാത്മാ എന്ന് പറയുന്നത്. ശിവനെന്ന് പറയാൻ കാരണം ശിവമർത്ഥം ബിന്ദു. ഭഗവാന്റെ രൂപം ബിന്ദു രൂപമാണ്. പോയിൻ്റ് ഓഫ് ലൈറ്റ്, പോയിൻ്റ് ഓഫ് എനർജി. ശിവമർത്ഥം മംഗളകാരി. ആ പോയിൻ്റ് ഓഫ് ലൈറ്റ് സുപ്രീം ബീയിങ് പരമാത്മാ സർവർക്കും മംഗളം ചെയ്യുന്ന ആളാണ്. ശിവം ബീജമാണ്. മുഴുവൻ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ ബീജമാണ് പരമാത്മാ. ഈശ്വരൻ്റെ ബിന്ദുരൂപത്തെ, പ്രകാശരൂപത്തെ, പരമേശ്വരൻ്റെ പ്രകാശത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മളെല്ലാം ശിവലിംഗം വെച്ച് ആരാധിക്കുന്നത്. ശിവലിംഗം വജ്രവും സ്ഫടികവും കൊണ്ടാണ് പണ്ട് ആരാധിച്ചിരുന്നത്. പിന്നീട് ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് അത് ശില കൊണ്ട് നിർമ്മിക്കാൻ തുടങ്ങിയത്. അപ്പം ജ്യോതിസ്വരൂപനായ പരമാത്മാവിൻ്റെ ഓർമ്മചിഹ്നമാണ് ശിവലിംഗം. ആ ജ്യോതിസ്വരൂപൻ നമ്മൾ സർവാത്മാക്കളുടെയും മാതാവും പിതാവുമാണ്. അത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ല. സർവ ആത്മസ്വരൂപങ്ങൾക്കും. ശരീരത്തിന് അച്ഛനമ്മ, ജാതി, മതമെല്ലാം വേറെയാണ്. പക്ഷേ ആത്മസ്വരൂപത്തിൽ നമ്മളെല്ലാം ഒരു പരമാത്മാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ശിവരാത്രി മുഴുവൻ മാനവരാശിയുടെ സർവാത്മാക്കളുടെയും മാതാപിതാവിൻ്റെ അവതരണത്തിൻ്റെ ഉത്സവമാണ്. അതിനാൽ ശിവപരമാത്മാവ് പരംജ്യോതി, പരമ്പൊരുൾ, പരമപ്രകാശം നമ്മുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ടാണ് വിശ്വനാഥൻ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് വൺ ഗോഡ് വൺ വേൾഡ് ഫാമിലി എന്ന കൺസെപ്റ്റ് നമ്മുടെ ഭാരതത്തിൻ്റെ ഈ ദർശനം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതിനാൽ ഇന്ന് നമുക്ക് ശിവരാത്രിയുടെ 2ാം ദിവസത്തെ ജാഗരണം നമ്മളെല്ലാം ആ ഒരു പരമാത്മാവിൻ്റെ മക്കളാണെന്ന ഉണർവ്, ആ ഉണർവിൽ ജാഗ്രത അവസ്ഥയിൽ നമുക്കിന്ന് എല്ലാവരോടും ഒന്ന് ഇടപെട്ട് നോക്കാം. ഏത് ജാതി മതത്തിലുള്ളവരെ കണ്ടാലും, ഏത് ജീവിതത്തിൻ്റെ മേഖലയിലൂടെ ജീവിക്കുന്നവരെ കാണുമ്പോഴും സർവരെ പ്രതിയും നമുക്കിന്ന് ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ഉണർവ്, എല്ലാവരും പരമാത്മാവിൻ്റെ മക്കളാണ്, ഈശ്വരൻ്റെ മക്കളാണ്, എൻ്റെ സഹോദരാത്മാക്കളാണ്. എല്ലാവരുടെയും ഭ്രൂമധ്യത്തിൽ ആത്മസ്വരൂപത്തെ ദർശിക്കുന്നതിനോടൊപ്പം നമ്മളെല്ലാവരും ആ പരമപ്രകാശത്തിൻ്റെ മക്കളാണ്, ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്, ഈശ്വരൻ്റെ മക്കളാണ്. നമ്മളൊന്നാണ്, ഒരാളുടേതാണ്. ആ ഒരു അവയർനെസ് ഇന്ന് നമുക്ക് ജാഗരണം പോലെ കാത്തു സൂക്ഷിക്കാം. ആരെ കണ്ടാലും എല്ലാവരും എൻ്റെയാണ്. കാരണം എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. അങ്ങനെ ഒന്ന് ഇടപഴകി നോക്കാം. ഇന്നത്തെ ജാഗരണം അതാകട്ടെ. അപ്പോഴെന്ത് വ്രതം എടുക്കും? ഇന്നത്തേക്കുള്ള നമ്മുടെ വ്രതം വാക്കുകളിൽ നമുക്കിന്ന് വ്രതം പാലിച്ചു നോക്കാം. കാരണം ഏറ്റവും അത്യന്താപേക്ഷിതമാണല്ലോ. എല്ലാ നല്ലതും കെട്ടതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാവ് കൊണ്ടല്ലേ. നാവ് കൊണ്ട് നമുക്ക് സ്വർഗവും ഉണ്ടാക്കാം, നരകവും ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഫുൾ ഡേ ഉറങ്ങും വരയ്ക്കും വാക്കുകളുടെ മേലെ വ്രതം പാലിക്കാം. എങ്ങനെ? സംസാരിക്കുന്നുവെങ്കിൽ ഏറ്റവും മധുരമായ വാക്ക്, എല്ലാവരോടും ഒരു ഈശ്വരൻ്റെ മക്കളെന്ന സ്നേഹത്തോടു കൂടി മധുരമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാം. കുറച്ച് വാക്കുകളിൽ സംസാരിക്കാം. ഏറ്റവും മൃദുവായ ഭാഷ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ കയ്പും കാഠിന്യവും പരുഷവുമായ വാക്കുകൾ
വേദന കൊടുക്കുന്ന വാക്ക്, കല്ല് പോലെയുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കുക എന്ന വ്രതം ഇന്ന് നമുക്ക് എടുക്കാം. ഒരു നിമിഷം നമുക്കതിനു വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാം. ശ്രദ്ധ ശരീരത്തിൽ നിന്ന് ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരാം. ശിരസിനുള്ളിൽ പ്രകാശിക്കുന്ന ആത്മസ്വരൂപമാണ് ഞാൻ. ഉണരൂ. ജാഗ്രത അവസ്ഥയിലിരുന്നുകൊണ്ട് സർവാത്മാക്കളുടെയും പിതാവായ പരമ്പൊരുൾ, പരമപ്രകാശം, സർവശക്തിവാന്റെ കുട്ടിയാണ് ഞാനെന്ന സ്മൃതി ഉണർത്തു. കൂടെ ഇടപഴകുന്ന എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. സ്വന്തം വീട്ടിലുള്ളവർ, ബന്ധുമിത്രാദികൾ, സമസ്ത പ്രപഞ്ചത്തെ പ്രതിയും ജാഗരണം. എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. ഫീൽ ചെയ്യൂ. ആ പരമപ്രകാശത്തിൽ നിന്ന്, സർവശക്തിവാൻ ശിവപരമാത്മാവിൽ നിന്ന് സർവശക്തികളുടെയും ആശീർവാദം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ അടുത്ത് ഹൃദയപൂർവ്വം വ്രതം എടുക്കാം. ഇന്ന് ഞാൻ ഫുൾ ഡേ വാക്കുകളുടെ മേലെ നിയന്ത്രണം പാലിക്കും. ആരെങ്ങനെയുള്ളവരാണെങ്കിലും എല്ലാവരോടും ആത്മീയമായ സ്നേഹത്തോടെ, ഭഗവാന്റെ മക്കളാണെന്ന ജാഗരണത്തോടെ മധുരമായി സംസാരിക്കും, മൃദുവായി സംസാരിക്കും, കുറച്ച് സംസാരിക്കും. ഓം ശാന്തി.